കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവവചന ചിന്തകൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുമുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്തൃപാദപീഠത്തിൽ പ്രാർത്ഥനയോടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ പ്രത്യേകാൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. നമ്മളെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ പ്രത്യേക വന്ദനം ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുകയും അല്പനേരം ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആശിക്കുന്നു. നമ്മൾ ഈ ദൈവവചനമൊക്കെ പഠിക്കുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനാണ് എന്ന് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. നമ്മളെല്ലാ ദിവസവും ദൈവവചനം പഠിക്കുന്നവരാണ്, എല്ലാ ദിവസവും നമ്മൾ ദൈവവചനം വായിക്കുന്നവരുമാണ്. ഈ ദൈവവചനം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ്റെ ആധാരമാണ്. ദൈവവചനം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ദൈവമക്കളായി തീർന്നാൽ എങ്ങനെ നമ്മൾ നിത്യതയിൽ ജീവിക്കണം, നിത്യതയിലേക്ക് എങ്ങനെ നമുക്ക് പ്രവേശിക്കാൻ കഴിയും എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് നല്ല ഒരു പാഠം അല്ലെ നല്ല മാർഗദർശിയായി നമുക്ക് ഓതി തരുന്ന മഹത്തായ ദൈവവചനങ്ങളെ നമ്മൾ ഗ്രഹിക്കാൻ കഴിയണം. ഇവിടെ നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ നിത്യതയിൽ നമുക്ക് അത് തുടരാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ മരണ അടക്ക സമയങ്ങളിലൊക്കെ എല്ലാ പാസ്റ്റർമാരും ശുശ്രൂഷ വേളകളിൽ പറയുന്ന ഒരു പദമുണ്ട്: ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ കാണാൻ പറ്റുകയുള്ളൂ. ക്രിസ്തുവിൽ ജനിക്കണം. ഇസ്രായേലിൻ്റെ വലിയ ഒരു ഉപദേഷ്ടാവ് അല്ലെങ്കിൽ ഒരു ടീച്ചറായിരുന്നു, ഒരു നല്ല ഒരു ഉപദേഷ്ടാവായിരുന്നു നിക്കോദീമോസ്. നമുക്കെല്ലാവർക്കും അറിയാം നിക്കോദീമോസിനെ. ഈ നിക്കോദീമോസ് ഒരിക്കൽ വന്ന യേശുവിനോട് ചോദിച്ചു, ഈ വീണ്ടും ജനനത്തെക്കുറിച്ചും യേശുവിൻ്റെ ശിഷ്യനാകുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള ചില അഭിപ്രായങ്ങളും ആശയങ്ങളും ഒക്കെ അവർ പരസ്പരം പങ്കുവെക്കുമ്പോൾ ഈ വീണ്ടും ജനനത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നിക്കോദീമോസിനില്ലായിരുന്നു. യേശു പറഞ്ഞത്, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. ടീച്ചറാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഉപദേഷ്ടാവാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിത്യതയിൽ പോകണോ സ്വർഗത്തിൽ പോകണോ, നീ വീണ്ടും ജനിക്കണം. അതെങ്ങനെ വീണ്ടും ജനിക്കുന്ന, ഇത്രയും പ്രായമായ ഞാനിനി എങ്ങനെ ജനിക്കുമെന്നൊക്കെ നിക്കോദീമോസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യേശു പറഞ്ഞത്, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അപ്പം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത്, സ്നാനം, വെള്ളം എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആദ്യം പോകുന്നത് സ്നാനം എന്നുള്ള കാര്യമാണ്. അപ്പോൾ സ്നാനപ്പെട്ട് ജീവിക്കണം, ആത്മാവിൽ ജീവിക്കണം എന്നൊക്കെയാണ്. അതല്ല, ഒന്ന് നമ്മൾ ലോകത്തിൽ ജനിക്കുന്നതിനെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. ഒന്ന് വെള്ളത്താൽ. നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജനനം ഒരു ഫ്ലൂയിഡിനകത്തുള്ള ജനനമാണ്. അതിനെക്കുറിച്ച് ഒരു കർത്തൃദാസൻ്റെ വ്യാഖ്യാനം എനിക്ക് ശ്രദ്ധിപ്പാൻ കഴിഞ്ഞു. അത് വളരെ ശ്രദ്ധേയമായിരുന്നു. അങ്ങനെ നമ്മൾ ഒന്ന് ജനിച്ചു, ഇനി നമ്മൾ ജനിക്കുന്നത് ആത്മാവിനാൽ ജനിക്കണം. നമ്മൾ ആത്മാവിനാൽ ജനിക്കപ്പെടുന്നെങ്കിൽ മാത്രമേ, എന്തിനാണ് നമുക്ക് യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കി. ഈ യേശുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞു, യേശുവിൻ്റെ ഉയർപ്പായി. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു പലപ്പോഴായി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പല നിലകളിൽ അവരോട് സംസാരിച്ചു. സംശയിച്ച തോമാസ് ലീഹയ്ക്കും യേശു പ്രത്യക്ഷനായി. അങ്ങനെ അവരുടെ എല്ലാ സംശയ നിവാരണങ്ങളെല്ലാം വരുത്തി പരിശുദ്ധാത്മാഭിഷേകമൊക്കെ അവർക്ക് വാഗ്ദാനം നൽകി. യേശു ഈ ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത് കഴിയുമ്പം ശിഷ്യന്മാരെല്ലാം കൂടെ മേളിലോട്ട് നോക്കി നിൽക്കുക. എല്ലാവരും കൂടെ ഇങ്ങനെ മേളിലോട്ട് നോക്കി നിൽക്കുന്ന ഉടനെ രണ്ട് ദൂതന്മാർ വന്ന് ചോദിച്ചു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്?
നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ എത്രയും വേഗം മടങ്ങി വരും. നിങ്ങൾ കേട്ട പിതാവിനോട് കേട്ട ആ വാഗ്ദത്തത്തിനായി നിങ്ങൾ യെരൂശലേമിൽ പോയി എന്ത് ചെയ്യണം? കാത്തിരിക്കണം എന്ന് പറഞ്ഞ് മേലോട്ട് നോക്കി നിന്ന, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നോക്കി നിന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വാഗ്ദത്തത്തിനായി പോയി കാത്തിരിക്കണം. യേശു ആമേൻ തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ ശിഷ്യന്മാരോടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു യേശു പോകല്ലെന്ന്. യേശു അങ്ങനെ പോകരുത്, പോയി കഴിഞ്ഞാൽ ഗഡുബിടാകും എന്നൊക്കെയുള്ള കാര്യം അവർക്കുണ്ടായിരുന്നു. കാരണം യേശു ഉണ്ടെങ്കിൽ വേറെ ടെൻഷനൊന്നുമില്ല. യേശു ഉണ്ടെങ്കിൽ അപ്പത്തിന് അപ്പം കിട്ടും, യാത്ര ചെയ്യാനൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. ഇനി പ്രതികൂലമായാലും യേശു എഴുന്നേറ്റ് ശാസിച്ചോളും, കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് നടക്കും. അപ്പോൾ അതുകൊണ്ട് ശിഷ്യന്മാരുടെ ആഗ്രഹം വളരെ വലുതായിരുന്നു. അതുകൊണ്ട് യേശു പോകരുതെന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. പക്ഷേ യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയാൽ എൻ്റെ കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയക്കും. എൻ്റെ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ, ആ കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എന്തിനാണ്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ അനുദിനം നമ്മളെ ബോധമുള്ളവരാക്കി നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നടത്തിപ്പുകാരൻ വേണം. നമ്മുടെ ഒരു ഗ്രഹവിചാരകൻ എന്നതുപോലെ, അല്ലെങ്കിൽ നമ്മളെ നടത്താൻ നയിക്കാൻ ഒരു ആത്മാവ്, അല്ലെങ്കിൽ ആ ദൈവ സാന്നിധ്യം ത്തിൻ്റെ തൃത്വത്തിൽ മൂന്നാമനായ ദൈവം തന്നെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. ആ ഉറപ്പ് മാത്രമല്ല, ആ അനുഭവം നമുക്ക് വേണം. തെറ്റിനെ തെറ്റാണെന്നും ശരിയെ ശരിയാണെന്നും പറയാനുള്ള ഒരു ആർജവത്വം നമുക്കുണ്ടാകുന്നതിൻ്റെ കാരണം തന്നെ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ്. അവൻ പരിശുദ്ധാത്മാവിന് ഒരിക്കലും അവൻ തെറ്റായ ഒന്നിലേക്ക് ആരെയും നയിക്കാൻ കഴിയത്തില്ല. അത് സത്യത്തിൻ്റെ ആത്മാവാണ്. അത് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നമ്മളെ ആ നിലയിലാണ് നയിക്കുന്നത്. അതുകൊണ്ട് നമുക്കെപ്പോഴും ഈ ആത്മാവിൻ്റെ ഒരു വലിയ സാന്നിധ്യം നമുക്കുണ്ടാകണം. ഇത് നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടു. ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇച്ചിരി നേരം മൗനമായിട്ട് നിൽക്കും. പറയാനൊരു മടിയാണ്. പരിശുദ്ധാത്മാഭിഷേകം, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും വേണം. ഇതെല്ലാം നമുക്ക് വേണം. ഈ രക്ഷിക്കപ്പെടുന്ന ആളെ നിത്യതയോളം രക്ഷ നഷ്ടപ്പെടാതെ കൊണ്ടുപോകണം കഴിയണമെങ്കിൽ നമുക്ക് ഈ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ അത്യന്ത ശക്തി എൻ്റെ സ്വന്തമല്ല, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, ഇത് ഈ മൺകൂടാരങ്ങളിൽ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അത്യന്ത ശക്തി നമ്മുടെ ആരുടെയും സ്വന്തമായ ശക്തിയല്ല, ഇത് ഉയരത്തിൽ നിന്ന് നമുക്ക് തന്ന ശക്തിയാണ്. ഈ ദൈവശക്തി നമുക്കില്ലെങ്കിൽ നമ്മുടെ ജഡത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയത്തില്ല. ഹലോ, ദൈവശക്തി നമുക്കില്ലെങ്കിൽ നമ്മുടെ ജഡത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയില്ല. ഈ ജഡമെന്ന് പറയുന്നത് ഒരു വലിയ അപകടകാരിയായ ഒന്നാണ്. ഏത് സമയവും ഈ ജഡം നമ്മളിൽ ഉയരാം. ഈ ജഡത്തിൽ, അപ്പോൾ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ജഡത്തിലുള്ള നിങ്ങളുടെ അവയവങ്ങളോട് പോരാടുന്ന ഒരു ശക്തിയുണ്ട്. അതിനകത്ത് നിന്ന് നമുക്ക് ജയം പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹായവും നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും അതിപ്രധാനമാണ്. സ്തോത്രം. എന്തിനാണ് നമുക്കിതൊക്കെ വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം, എൻ്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും ആരായിരിക്കണം? സൽഗുണപൂർണരായിരിക്കണം. അങ്ങനെ നമുക്ക് ദൈവത്തിന്, കർത്താവ് നിത്യതയിൽ ജീവിക്കാൻ നമുക്കൊരു രീതിയുണ്ട്, ഒരു സ്റ്റൈലുണ്ട്. ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് പോലെ നിത്യതയിൽ ജീവിക്കാൻ ഒരു സ്റ്റൈലുണ്ട്. അതനുസരിച്ച് വേണം. അങ്ങനെ അതിനു വേണ്ടി വിധേയപ്പെട്ട് അങ്ങനെ ജീവിക്കാൻ സമർപ്പണമുള്ളവർക്ക് മാത്രമേ നിത്യതയിൽ പോകാൻ പറ്റുള്ളൂ. പ്രീസലോ, എല്ലാവരെയും ഒന്നും നിത്യതയിൽ കൊണ്ടുപോകുമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റിയല്ല. സ്തോത്രം. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട 2-3 വചനം ഈ ബൈബിളിലുണ്ട്. ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നു. ആമേൻ. അതായത് കർത്താവിൻ്റെ വചനം പറയുന്നത് വളരെ ശ്രദ്ധേയമായ, നമ്മൾ ഓടിയതും അധ്വാനിച്ചതും ഒടുവിൽ എന്താകരുത്? വൃഥാവാകരുത്.
2 പേര് കിടക്കയിലായിരിക്കും, അതിൽ ഒരാളെ എടുക്കപ്പെടുകയുള്ളൂ. എന്നിട്ട് വേറൊരു കാര്യത്തിൽ കർത്താവ് പറയുന്നത്, അധർമ്മം ചെയ്യുന്നവരെ എന്നെ വിട്ട് പോകുവിൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പോൾ അവർ തിരിച്ചു പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ഞങ്ങൾ അറിയാതിരിക്കും? ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, നിൻ്റെ നാമത്തിൽ ആരാധിച്ചു, രോഗികളെ സൗഖ്യമാക്കി, വിവിധ വീര്യപ്രവൃത്തികളൊക്കെ ഞങ്ങൾ ചെയ്തു, ആമേൻ, എന്നിട്ടും അറിയുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ? അതൊക്കെ അധർമ്മത്തിൻ്റെ പിന്നിൽ നിങ്ങൾ പ്രവർത്തിച്ചു, അതൊക്കെ അധർമ്മത്തിൻ്റെ വ്യാപാരത്താൽ നിങ്ങൾ ചെയ്തു. ആമേൻ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. സ്തോത്രം. ദൈവമക്കളെ, നാം അതെല്ലാം വളരെ ഭയത്തോടെ കാണണം. ഇവിടെ നമ്മൾ കൊട്ടുകയും പാടുകയും വരികയും, ഞാൻ ചോദിക്കുന്നു, പകൽ മുഴുവൻ ഓഫീസുകളിലും അധ്വാന സ്ഥലങ്ങളിലും ഈ ചൂട്ടുകൊള്ളുന്ന വെയിലത്ത് നിങ്ങൾ ഓടി നടന്നും അല്ലെങ്കിൽ ഓഫീസിലിരുന്നും ഒക്കെ ക്ഷീണിച്ചിട്ട് നിങ്ങളിവിടെ വന്നിരിക്കുന്നതിൻ്റെ ആത്യന്തികമായ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, വല്ല വിധേനയും, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വല്ല വിധേനയും നമുക്ക് എവിടെ എത്തണം? നിത്യതയിലെത്തണം. അതിന് വല്ല കുറവുകൾ എന്നിലുണ്ടോ എന്നൊക്കെ നോക്കി ഈ ദൈവവചനത്തോട് താരതമ്യം ചെയ്ത് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് ആമേൻ നമ്മുടെ നിത്യതയുടെ വാസത്തെ ഓർത്താണ് നമ്മളിവിടെ ഓടി വന്നത്. ആമേൻ. ഈ ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞാലോ ഒന്നും ആൾക്കാർക്ക് അത്ര താല്പര്യമുള്ളവരല്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഈ രക്ഷിക്കപ്പെടുന്നവർ എല്ലാ ദിവസവും രക്ഷിക്കപ്പെട്ടോണ്ടേ ഇരിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തഴപ്പിച്ചു പോകും. നമ്മളങ്ങനെ ഒരു വാക്യം നമുക്ക് ചിന്തിച്ച് നമുക്കങ്ങനെ ഒരു തിരുവെഴുത്ത് നമുക്ക് കാണാൻ, ഈ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ നമുക്ക് ഹാനോക്കിനെ കാണാനായിട്ട് കഴിയും. ഹാനോക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തോട് കൂടെ എന്ത് ചെയ്തെന്നാ നടന്നെന്നാ വായിക്കുന്നത്. എന്നിട്ട് ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ എന്ത് ചെയ്തു? കാണാതായി. ബാക്കി എല്ലാവരും ജനിച്ചു മരിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ജനിപ്പിച്ചു, ജീവിച്ചു, മരിച്ചു. ജനിപ്പിച്ചു, ജീവിച്ചു, മരിച്ചു. പക്ഷേ ആനോക്കിനെ കുറിച്ച് അങ്ങനെയല്ല പറയുന്നത്. ആനോക്കിനെ ദൈവം എടുത്തതിനാൽ അവനെ കാണാതായി, അല്ലേ? ദൈവം അവനെ എടുത്തോണ്ട് പോയി. നോക്കിക്കണം, ഈ ബാക്കി എല്ലാവരും ജനിപ്പിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. എന്നാൽ ആനോക്കിനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്നു, ഒടുവിൽ അവനെ ദൈവം എടുത്തോണ്ട് പോകുന്നു. അല്ലെങ്കിൽ അവൻ്റെ ആത്മാവിനെ ദൈവം ആ പറന്നു പോകുന്ന ആ സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണം, ഹാനോക്ക് മറ്റുള്ളവരെ പോലെ അല്ലായിരുന്നു. അവൻ ദൈവത്തോടു കൂടെ നടക്കാൻ ഉത്സാഹിച്ചു. അപ്പം ഹാനോക്കിനും കുടുംബം ഉണ്ടായിരുന്നു, ഹാനോക്കിനും മക്കളുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളവിടെ കാണുന്നുണ്ട്. ഇവരെല്ലാം കുടുംബമായിട്ടാണ് ജീവിക്കുന്നതെങ്കിലും ഹാനോക്ക് ദൈവത്തോടു കൂടെ നടക്കാൻ പ്രാപ്തനായിരുന്നു എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവമക്കളെ, നമുക്കും ജീവിതത്തിൽ ഒത്തിരി പ്രാരാബ്ധങ്ങളും ചിന്തകളും ആകുലതകളും ഭാരങ്ങളും വേദനകളും ഒക്കെ നമുക്ക് ഉണ്ടെന്ന് ഇല്ലാഴികയില്ല. നാം മനുഷ്യരാണ്, പച്ചയായ മനുഷ്യരാണ്. നമ്മുടെ ജീവിതത്തിൽ സങ്കടമുണ്ട്, ഭാരമുണ്ട്, വേദനകളുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്, ആപത്തുണ്ട്, രോഗമുണ്ട്, കഷ്ടതയുണ്ട്. ഇതിൻ്റെ എല്ലാ നടുവിലും നമ്മൾ ദൈവവചനത്തോട് ചേർന്ന് നടക്കാൻ, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നടക്കാൻ പറ്റുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാറ്റം, അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആമേൻ, ഈ അപ്പോസ്തലനായ പൗലോസ് എഫീസർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിപ്പാൻ കഴിഞ്ഞു. നമ്മളത് ചിന്തിച്ചതാണ്. ആ ഭാഗം നമ്മൾ വായിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചേ. നമുക്കവിടെ കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ ആ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് എഫീസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. അതിൽ മനസ്സ് തഴമ്പിച്ചവരായി, ആകയാൽ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്നാകുന്നു. എന്നിട്ട് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് 19-ാം വാക്യം, മനം തഴമ്പിച്ചു പോയവർ ആകയാൽ. നോക്കണം, ഈ മനസ്സ് തഴമ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത്
പറഞ്ഞാലും ഇതിനകത്തോട്ട് കയറിയല്ല. കല്ലായ ഹൃദയം. നമുക്ക് 2 ഹൃദയമുണ്ട്. ഒന്ന് കല്ലായ ഹൃദയവും മറ്റൊന്ന് മാംസളമായ ഹൃദയവും. നമ്മുടെ കല്ലായിട്ടുള്ള ഹൃദയങ്ങളെല്ലാം മാറി നമുക്ക് നല്ല സോഫ്റ്റായ ഒരു ഹൃദയം ദൈവം നമുക്ക് തന്നെങ്കിൽ അത് പിന്നത്തേതിൽ കുടുങ്ങി അടിമനുഖത്തിൽ കുടുങ്ങാതെ സ്വാതന്ത്ര്യം ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതായി കണ്ട് നമ്മുടെ ഹൃദയം ഒരിക്കലും തഴമ്പിക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയം തഴമ്പിക്കുന്നതനുസരിച്ച് നമ്മൾ എല്ലാവരും നമ്മൾ ചോദിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. നമുക്ക് ഇതെല്ലാം വൺ ടൈം പ്രോസസ്സിങ്ങാണ്. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇതൊരിക്കലായി സംഭവിച്ചു, ഇനി എനിക്കിതൊന്നും വേണ്ട, ഞാൻ എല്ലാത്തിലും പെർഫെക്റ്റായി എന്ന് പറഞ്ഞാണ് നമ്മൾ ജീവിക്കുന്നത്. സ്തോത്രം. അങ്ങനെയല്ല. നമ്മൾ പെർഫെക്റ്റ് ആണോ അല്ലയോ എന്നറിയുന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എപ്പോഴാണ് നമ്മൾ ദൈവവചനമായിട്ടിരിക്കണം, ദൈവവചനം വായിക്കണം, ദൈവവചനം വായിച്ച് ധ്യാനിക്കണം. അപ്പോഴാണ് നമ്മൾ കറക്റ്റാണോ അല്ലയോ എന്നറിയാൻ പറ്റുള്ളൂ. ഇത് കണ്ണാടിയാണ് ഈ ദൈവവചനം. ക്രിസ്തുവിലൂടെ, ഈ വചനത്തിലൂടെ നമ്മളെ തന്നെ കാണാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തെല്ലാം ഉണ്ടെന്നുള്ളത് നമുക്കറിയത്തുള്ളൂ. മനം തഴമ്പിച്ചു പോയാൽ ആമേൻ, അവന് പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. പിന്നെ പോഷ്ക്ക് പറയും, പിന്നെ സാത്താൻ ഇടം കൊടുക്കും, പിന്നെ നമ്മൾ പണ്ട് നമുക്കുണ്ടായിരുന്ന സ്വഭാവങ്ങളെല്ലാം പുറത്തു വരും. കോപം നമുക്കുണ്ടാകും. കോപം ഉണ്ടായാൽ പാവം ഉണ്ടാകും, അസൂയ ഉണ്ടാകും. ദൈവം ആഗ്രഹിക്കാത്ത, ദൈവം ഇഷ്ടപ്പെടാത്ത പലതും നമ്മുടെ ജഡത്തിൽ നിന്ന് പുറത്തോട്ട് വരും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അഭിഷേകമുള്ളവരായിരിക്കണം, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറഞ്ഞവരായിരിക്കണം, ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. ആത്മാവില്ലാത്ത ജീവിതം ചത്തതാണ്. ആത്മാവില്ലാത്ത സഭയും ചത്തതാ. എവിടെയാണേലും നമ്മൾ നോക്കണം, അതെല്ലാം ജീവനില്ലാത്ത ഒന്നിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിക്കോദീമോസിനോട് യേശു പറഞ്ഞത്, നീ വെള്ളത്താലും ആത്മാവിനാലും എന്ത് ചെയ്യണം? നീ ആത്മാവിനാൽ ജനിക്കണം. എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ നിനക്ക് കടപ്പാൻ കഴിയത്തുള്ളൂ. ദൈവമക്കളെ, ഈ ആമേൻ ഉയരത്തിൽ നിന്നുള്ള ജനനം നമുക്ക് അനിവാര്യമാണ്. പണ്ട് നമ്മുടെ സഭയിലൊക്കെ കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നു, ഇല്ലേ? പണ്ട് കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് നമ്മുടെ സഭാ ഹാളിൽ നടക്കുന്ന യോഗത്തിൻ്റെ പേരാണ് കാത്തിരിപ്പ് യോഗം. എന്താ കാത്തിരിപ്പെന്നാ? കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാൻ, അന്യഭാഷയോടുകൂടും ആത്മനിറവ്, അഭിഷേകം, ഇതൊക്കെ പ്രാപിക്കാനുള്ള യോഗമാണ് കാത്തിരിപ്പ് യോഗം. അങ്ങനെ അന്നത്തെ കാലത്ത് നമ്മളിതൊക്കെ കേട്ടിട്ടില്ലേ, കുമ്പനാട്ട് കൺവെൻഷന് പന്തലിൻ്റെ കാല് നാട്ടുന്നവൻ വരെ ആത്മാവിൽ നിറഞ്ഞവനായിരിക്കണമായിരുന്നു. അന്ന് സാറപ്പച്ചൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ അഭിഷേകം പ്രാപിക്കാത്തവനെ കൊണ്ട് പന്തലിൻ്റെ ഒരു കാല് പോലും നാട്ടിക്കാൻ അന്നത്തെ പിതാക്കന്മാരെന്ത് ചെയ്തില്ല, അനുവദിച്ചിരുന്നില്ല. സ്തോത്രം. ഇന്ന് പണ്ടൊക്കെ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് ഏതെങ്കിലും കൺവെൻഷനിലോ യോഗത്തിലോ സഭായോഗത്തിലോ ഒക്കെ പോയി രക്ഷിക്കപ്പെട്ടെന്നോ എന്ന് ചോദിക്കുമ്പോൾ അവർ 2 കൈയും പൊക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ കൈ പോലും പൊക്കേണ്ട കാര്യമില്ല. ഇപ്പോഴെല്ലാം ഇങ്ങനെ ടിക്കിട്ടാൽ മതി, അല്ലേ? ഒരു പേപ്പർ തരും, നമുക്കിങ്ങനെ ടിക്കിട്ട് കൊടുത്താൽ മതി. നീ രക്ഷിക്കപ്പെട്ടോ? യെസ്. ആർക്കറിയാം? നമ്മളൊക്കെ സ്നാനപ്പെടാനായിട്ടും ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒന്നും കൂടെ മുക്കാവോ എന്ന് ചോദിച്ച ആൾ വരെ ഉണ്ട്. കാരണം എനിക്ക് സ്നാനത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ചുമ്മാതെ ആരാണ്ടോ ഏതാണ്ടോ പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞ് അങ്ങ് മുങ്ങി. ഇപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം പിടികിട്ടുന്നത്. അതുകൊണ്ട് ഇല്ല, ഒന്നേ ഉള്ളൂ, ഒന്ന് മുങ്ങിയവന് പിന്നെ ഒന്നുകൂടെ മുങ്ങാൻ ഒക്കത്തില്ല.
അതാണ് അതിനകത്ത് വേറൊരു കാര്യം. നമ്മളിതെല്ലാം അറിഞ്ഞ് കേട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടവരാണ് ദൈവമക്കളെ. ആമേൻ. അങ്ങനെ മനം തഴമ്പിച്ചു പോയാൽ പിന്നെ ഒന്നും, ആര് പറയുന്നത് ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റിയല്ല. കേൾക്കും, പക്ഷെ അനുസരിക്കുകയില്ല. അതനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കുകയില്ല. നമ്മളിങ്ങനെ ഒരു ഒഴുക്ക മട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സ്തോത്രം. നമുക്ക് മറ്റ് ഈ ആത്മീയ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും ഇതെല്ലാം ഒരു പുറമേ ഉള്ള സെറ്റപ്പായിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് പോവുക. അതൊന്നും ദൈവം അംഗീകരിക്കുന്ന കേസല്ല. അതൊന്നും ദൈവം അംഗീകരിക്കുകയല്ല. ദൈവം ഇതൊന്നും കാണത്തില്ല. ദൈവത്തിന് ഇതൊന്നും വലിയ വിഷയമല്ല ദൈവമക്കളെ. അതുകൊണ്ട് നമ്മളെ തന്നെ എപ്പോഴും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അടുത്തിരിക്കുന്നയാളെയോ അല്ലെ വേറൊരാളെയോ നമ്മൾ ചൂണ്ടിയല്ല. നമുക്ക് എബ്രായ ലേഖനത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ ധന്യനായ പൗലോസ് എബ്രായ വിശ്വാസികൾ പറയുന്നത്, നമ്മൾ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. നമ്മുടെ നായകൻ എന്ന് പറയുന്നത് കർത്താവാണ്. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹമൊക്കെ നമുക്ക് ചുറ്റിലുമുണ്ട്. മുറുകെ പറ്റുന്ന പാവവും സകല ഭാരവും ഒക്കെ വിട്ടിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാൻ നമുക്ക് കഴിയണമെങ്കിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. ഹല്ലേലൂയ. ഈ ഉലകത്തിൽ നമ്മൾ യേശുവിനെ നോക്കണം. നമ്മളതുകൊണ്ട് യേശുവിനെ നോക്കണം. നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ പറയും, നിങ്ങൾ എന്നെ എന്തിനാ നോക്കുന്ന, യേശുവിനെ നോക്കിയാൽ പോരെയെന്ന്. ഇല്ല, എന്നെ കാണുന്നവൻ ആരെ കാണണം? യേശുവിനെ കാണണം. ആ നിലയിൽ നമ്മൾ എത്തണം. അങ്ങനെ വേണം നമുക്ക് ജീവിക്കാൻ. അതുകൊണ്ട് മനസ്സ് തഴമ്പിച്ചാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകും. എന്താണ് നമുക്ക് ആ വചനത്തിൻ്റെ താഴെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്? താഴെയുള്ള വാക്യത്തിൽ നോക്കിയോണേ. മനം തഴമ്പിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ നോക്കണം. അതുകൊണ്ട് ഒരു വലിയ മുന്നറിയിപ്പാണ് ധന്യനായ പൗലോസ് തരുന്നത്. നിങ്ങൾ ആരാധിച്ചും സ്തോത്രം ചെയ്തും ആലയത്തിൽ വന്നും ഒക്കെ നമ്മൾ പോയി നിങ്ങളുടെ മനസ്സ് തഴമ്പിക്കാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ അതുകൊണ്ടല്ലേ പറഞ്ഞു, ആദ്യം കിട്ടിയ മന്ന കിട്ടിയപ്പോൾ അവർ പറഞ്ഞു, കൊള്ളാം, നല്ലതാ, ആ കൊത്തമ്പാലരി പോലെ തേൻ കൂട്ടി കഴിക്കുന്ന ദോശ പോലെ എന്നൊക്കെ പറഞ്ഞ് അവരതിനെ വാനോളം പുകഴ്ത്തി ആർത്തിയോടെ കഴിക്കാൻ അവർ ആഗ്രഹിച്ചു. അവരങ്ങനെ കഴിച്ചു, വളരെ നല്ലത് എന്നൊക്കെ പറഞ്ഞ് അവരതിനെ പുകഴ്ത്തി പറഞ്ഞു. കുറേയും കൂടെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, സ്തോത്രം, എന്തോ ഒരു സസ്യ എണ്ണ ചേർത്ത ദോശ പോലെ എന്നൊക്കെ പറഞ്ഞ്, ഒരു എണ്ണ ചേർത്ത ദോശ എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒഴുക്കം മട്ടിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു. ഒടുവിൽ അതിനെ പറഞ്ഞത്, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് എന്തിന്? അപ്പം നോക്കണം, ഇത് കുറേ കാലങ്ങളായി ഇങ്ങനെ നമ്മൾ അനുഭവിച്ച് ഇങ്ങനെ വരുന്നതുകൊണ്ട് നമ്മുടെ മനസ്സ് ഒരിക്കലും തഴമ്പിച്ചാൽ അവൻ്റെ കാര്യം അധോഗതിയാകും. അത് നമുക്കുണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അങ്ങനെ പോയാൽ എന്നിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നത്, ഏൽപ്പിച്ചു, നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കണം. നമ്മുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി നമ്മൾ എന്നാ പ്രാപിക്കണം? അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം ഇനിയൊന്ന് എടുത്തു നോക്കി. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യം. താങ്ക് യു. അപ്പോസ്തല പ്രവൃത്തി 10:38. കേട്ടോണേ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വന്നത് തന്നെ എങ്ങനെയാ? മറിയോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആമേൻ. എന്നാൽ ഇവിടെ ആ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ 2 ജനനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് യോഹന്നാൻ സ്നാപകൻ്റെ ജനനം, 2 യേശുവിൻ്റെ ജനനം. ഈ യേശുവിൻ്റെ അമ്മ മറിയ, സ്തോത്രം, സക്രിയാവിൻ്റെ ഭാര്യ എലിസബത്തുമായി സംബന്ധിക്കുമ്പോൾ ഇവർ 2 പേരും കൂടെ കൂടി കാണുമ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ എന്ത് ചെയ്തെന്നാ
തുള്ളി. അത്രമാത്രം നോക്കണം. യേശു ജനിക്കുന്നത് തന്നെ ആത്മാവിനാലാ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് അവൾ പറഞ്ഞു, ഞാനൊരു പുരുഷനെ അറിയാകിയാൽ എങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ നടക്കും? ഉടനെ ദൂതൻ പറഞ്ഞു, ഭാരപ്പെടണ്ട, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ എന്നിട്ടും അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും, അല്ലേ, പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യേശുവിനെ നോക്കിയോണം, യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തു ശക്തിയാൽ. ആമേൻ. യേശു സ്നാനപ്പെട്ടു വെള്ളത്തിൽ നിന്ന് കയറുന്ന ഉടനെ അവൻ കേട്ട ഒരു ശബ്ദമുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മഹത്തായ ദൈവശബ്ദം ഒരു പ്രാവെന്ന രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ? ആമേൻ. യോഹന്നാൻ അതിനെക്കുറിച്ച് പറയുന്നത് യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ഇനി നമ്മൾ അനിവാര്യമായി നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒന്നാണ്. ആമേൻ. യോഹന്നാൻ 2:20, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു സകലവും അറിയുന്നു. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ഉണ്ടെങ്കിൽ സകലതും അറിയുന്നു. അടുത്ത വാക്യം, നിങ്ങൾ സത്യം അറിയായകൊണ്ടല്ല ഇവിടെ നോക്കിയ നമ്മളെ പരിശുദ്ധാത്മാവിനാൽ എന്നാ ചെയ്തിരിക്കുക? അഭിഷേകം ചെയ്തിരിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ കാര്യം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവമക്കളെ, നമ്മൾ അങ്ങ് ആത്മാവിനാൽ ഈ അഭിഷേകം നമ്മുടെ മേലുള്ളത് കൊണ്ടാണ് നമ്മൾ ഏറ്റവും ധന്യരായി, ഏറ്റവും അനുഗ്രഹീതരായി ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2:27, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ഇനി ആരും നമ്മളെ വന്ന് ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരും നിങ്ങളെ പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നേരെ നടക്കണം. എങ്ങനെ നടക്കണം? ദൈവത്തിന് ഇഷ്ടമായത് എങ്ങനെ നടക്കണം? പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിലേ ഈ ജഡത്തിൻ്റെ കൺട്രോൾ മുഴുവൻ ആത്മാവ് അങ്ങ് ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എങ്കിൽ ആത്മാവ് അകത്ത് ജീവനോടെ വേണം. ആത്മാവകത്ത് ജീവനോടെ ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു കൺട്രോൾ നമുക്ക് ലഭിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ജഡം ഉയർന്നു വരും. ആമേൻ. ജഡത്തിൻ്റെ ഉയർച്ചയും ജഡത്തിൻ്റെ അഭിലാഷവും ആത്മാവിന് ഇഷ്ടമല്ല. അത് ആത്മാവ് വെറുക്കുന്നു. ജഡം എന്തെല്ലാം ഉയർച്ച കാണിക്കാൻ ശ്രമിക്കുമോ അവിടെയെല്ലാം ആത്മാവിനൊരു വിരോധമാണ്. അതുകൊണ്ട് നമ്മുടെ ജഡം ഒരിക്കലും ഉയരരുത്. ഈ ജഡത്തിൻ്റെ പ്രവർത്തികൾ, ഗലാത്യ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ജഡത്തിൻ്റെ പ്രവർത്തികളോ അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുന്നില്ലേ? ജഡത്തിന് അത്ര ഗുണമായതൊന്നുമല്ല. ജഡത്തിൻ്റെ പ്രവൃത്തിയൊന്നും അത്ര ഗുണമായ കാര്യങ്ങളല്ല എന്ന് നമുക്കവിടെ വായിപ്പാൻ കഴിയുന്നുണ്ട്. ഒന്ന് വായിച്ച ഗലാത്യ ലേഖനം. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ഇതെല്ലാം ആരുടെ പ്രവൃത്തിയാ?
ഇതെല്ലാം ജഡത്തിൽ നിന്ന് വരുന്ന. അതിൻ്റെ താഴത്ത് നിങ്ങൾ വായിക്കുമ്പോൾ ആത്മാവിൻ്റെ പ്രവൃത്തിയെ കാണാൻ കഴിയും. എന്നാൽ ഇത് നോക്കണം, യാക്കോബ് എന്താ ഇതിനെക്കുറിച്ച് പറയുന്നത് നോക്കണേ. 4-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗ ഇച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ട് ഒന്നും സാധിക്കുന്നില്ല. അവൻ നോക്കണം, ഇതെല്ലാം നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്ന ചില ഭോഗ ഇച്ഛകളിൽ നിന്ന്, ജഡമോഹത്തിൽ നിന്നുണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. ഇതിനെ നമ്മൾ പാടെ ഇല്ലാതാക്കണം. അതുകൊണ്ട് പത്രോസ് ലീഗ പറഞ്ഞത് ഇങ്ങനെയുള്ള സകലതിനെ നീക്കിക്കളയണം. ആമേൻ. പത്രോസ് ലീഗ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നീക്കിക്കളഞ്ഞ് രക്ഷയ്ക്കായിട്ട് നമ്മൾ വളർന്ന് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ദൈവവചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ നമ്മൾ ആരാകണം? അവൻ വാഞ്ചിക്കണം. അല്ലെങ്കിൽ നീക്കിക്കളയേണ്ടതിനെ മുഴുവൻ നമ്മൾ നീക്കിക്കളയണം. അതല്ലാതെ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ധന്യപൂർണമായി എന്ന് നമുക്ക് പറയുവാൻ ഒരിക്കലും പറ്റത്തില്ല. ദൈവമക്കളെ, ഇനി നമ്മൾ ആത്മാവിൽ ജീവിക്കണം. അതുകൊണ്ട് ദൈവം നമ്മളെ അഭിഷേകം ചെയ്തു, യേശുവിനെ അഭിഷേകം ചെയ്തു ഈ ഭൂമിയിൽ ജീവിക്കാൻ. കാരണം അവർ തല്ലുമ്പോഴും മുഖത്ത് കാർക്കിച്ച് തുപ്പുമ്പോഴും അവൻ്റെ മുഖത്തെ രോമം പിഴുതെടുക്കുമ്പോഴും ആമേൻ ക്രൂരമായ അതേ ആ പീഡനങ്ങൾ ുമ്പോഴും യേശു പറയുന്ന ഒരു പദമുണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ഒരു ദൂതൻ ഇറങ്ങിയാൽ മതി. 1,20,000 പരം ഒറ്റ ദൂതനെ കൊണ്ട് ചെയ്യിക്കാൻ ദൈവത്തിന് കഴിയും. ആമേൻ. ഇതിനെല്ലാം ഇറങ്ങി പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. പക്ഷേ ഇവിടെ ഇതെല്ലാം ആമേൻ യേശു ഇതെല്ലാം സഹിക്കുകയും ഏൽക്കുകയും ചെയ്തത് നമ്മളെ നന്നായി കാര്യങ്ങൾ പഠിപ്പിക്കാൻ യേശു അതെല്ലാം നമുക്ക് മാതൃകയായി കാണിച്ചു തരിക. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടണം. അല്ലെങ്കിൽ ഞാൻ ലോകത്തെ എന്ത് ചെയ്തിരിക്കുന്നു? ജയിച്ചിരിക്കുന്നു. ആമേൻ. ലോകം നമുക്കൊരിക്കലും അനുകൂലമല്ല. ലോകത്തെ ജയിച്ച കർത്താവിനെയാണ് നമ്മൾ അനുഗമിക്കുന്നതെങ്കിൽ ഈ ലോകം എനിക്ക് ശാശ്വതമല്ല. നമ്മൾ ലോകത്തിൻ്റെ കാലഗതികൾ അനുസരിച്ച് പുറപ്പെടരുത്, യാത്ര ചെയ്യരുത്. അതെല്ലാം നമ്മുടെ നിത്യതയെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മളിൽ ഇതൊന്നും ഉണ്ടാകാൻ ഇടവരാതെ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ കർത്താവായ യേശു പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ അനുവർത്ഥമാക്കി പോകാനായിട്ട് പറ്റത്തുള്ളൂ. മത്തായി സുവിശേഷത്തിൽ നമുക്ക് വായിപ്പാൻ കഴിഞ്ഞു. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതലുള്ള ചില 1-2 വാക്യം കൂടെ വായിച്ച് നമുക്ക് ഇന്ന് രാത്രിയിൽ ആ ചിന്തകൾ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ട്. അവൻ മലമേൽ കയറി, അതിൻ്റെ 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ആത്മാവിൽ. ആമേൻ. നമ്മളെല്ലാം നയിക്കപ്പെടുന്നത്, നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാ? ആത്മാവിൽ. ആമേൻ. നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നെങ്കിലും തന്നെ പൗലോസ് പറയുന്നത് അതുകൊണ്ടാണ് ഞാനും ഈ ജഡത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നന്മ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മ എന്നിൽ നിന്ന് വരിക. പാപികളെ സംബന്ധിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ നോക്കിയാൽ നിങ്ങളെല്ലാവരെക്കാട്ടിലും പാപികളിൽ ഞാൻ ഒന്നാമനെന്നൊക്കെ പറഞ്ഞ് പൗലോസ് ഒരിക്കൽ നമ്മൾ ഓർപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ അതല്ല നമുക്കിവിടെ കഴിയുന്നത്. പിന്നത്തേതിൽ പൗലോസിനെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞാൽ വളരെ ശ്രദ്ധേയനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്ര ശ്രേഷ്ഠമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അടർത്താൻ ഒരു ശക്തിക്കും കഴിയുന്നതല്ല. വാഴ്ചകൾക്ക് കഴിയുമോ? അധികാരങ്ങൾക്ക് കഴിയുമോ? പട്ടിണിക്ക് കഴിയുമോ? ആപത്തിന് കഴിയുമോ? ആമേൻ. ഒന്നിനും കഴിയത്തില്ല ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തന്നെ അടർത്തിക്കളയാൻ. ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ട നമ്മൾ, സ്നാനപ്പെട്ട നമ്മൾ, കൃപ പ്രാപിച്ച നമ്മൾ, ആമേൻ, ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ ഇന്ന് കിട്ടുന്ന സൗഭാഗ്യങ്ങളിൽ മറ്റെന്തെങ്കിലും മേത്തരമായത് നമുക്ക് ലഭിക്കാം എന്നുറപ്പുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ തള്ളിക്കളയും.
ആ ഒരു നിലയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക. കാരണം എന്നാണെന്നറിയാമോ? രക്ഷയെക്കുറിച്ച് അത്ര ഉറപ്പൊന്നും നമുക്കില്ല. നമ്മൾ അനുദിനം രക്ഷിക്കപ്പെടേണ്ടതാ. നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതകൾ മുന്നിൽ കാണുമ്പോൾ, ജീവിതത്തിൻ്റെ ഭാരങ്ങൾ നമ്മൾ മുന്നിൽ കാണും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടും ഞാൻ ചോദിക്കുക. ദാനിയേലൊക്കെ ജീവിച്ച കാലഘട്ടം, യോഹന്നാൻ ജീവിച്ച കാലഘട്ടം, ചന്ദ്രക്കും മേശിക്കും അബേദ്നെഗോ ഒക്കെ ജീവിച്ച കാലഘട്ടം, അതുപോലെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് ഇനി യെരമ്യാ പ്രവാചകൻ ജീവിച്ച കാലഘട്ടം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. എന്തെല്ലാം അങ്ങനെ അനവധി ഭക്തന്മാർ ജീവിച്ച കാലഘട്ടം. ഇയ്യോബിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അവരൊക്കെ ജീവിച്ച കാലഘട്ടങ്ങളെ ഒന്ന് നോക്കിക്കേ. എന്തെല്ലാം വന്നിട്ടും, ഏതെല്ലാം ശോധനകൾ വന്നിട്ടും, ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൽ നിന്ന് ഒരു നെല്ലട പോലും മാറിപ്പോകാതെ നിന്ന അളവറ്റ ദൈവകൃപയുടെ വലിപ്പത്തെ തിരിച്ചറിഞ്ഞ കാഴ്ചപ്പാടുള്ള ആ ഭക്തന്മാർ എത്ര ശ്രേഷ്ഠരായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദാനിയേലിൻ്റെ മേശപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ നീ ദൈവത്തോടാണ് ഇനി പ്രാർത്ഥിക്കുന്നതെങ്കിൽ അടുത്ത നിമിഷം നിനക്ക് മരണം ഉറപ്പാ. നമ്മൾ അങ്ങനെയാ വായിക്കുന്നേ. ആ രേഖ എഴുതിയിരിക്കുന്നത് അവൻ അറിഞ്ഞു. അതിൻ്റെ പിന്നിൽ അപകടമുണ്ടെന്നും, അതിൻ്റെ പിന്നിൽ ആപത്തുണ്ടെന്നും, അതിൻ്റെ പിന്നിൽ പരിക്ക് പറ്റുമെന്നും ഒക്കെ അറിവ് ദാനിയേലിനുണ്ടായിരുന്നു. നമ്മളാണെങ്കിലോ ഇന്ന് നമ്മളാണെങ്കിൽ ഇന്ന് ആദ്യം മൊബൈൽ എടുക്കും. പൊടിക്കാറ്റുണ്ടോ? ചൂട് കൂടുതലാണോ? എത്ര ഡിഗ്രി ചൂടുണ്ട്? ഇറങ്ങാൻ പറ്റുമോ? പോകാൻ പറ്റുമോ? എന്തെങ്കിലും ഇതുകൊണ്ടൊക്കെ നമുക്ക് ദോഷം ഉണ്ടാകുമോ? ഉണ്ടാകുന്നില്ലെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് വിലയിരുത്തും. അയ്യോ, ഞാൻ പോയാൽ അത് ബുദ്ധിമുട്ടാകും, അങ്ങനെ പ്രശ്നമാ എന്നൊക്കെ നമ്മൾ കാലേ കൂട്ടി എല്ലാം കണക്ക് കൂട്ടി മുൻകൂട്ടി മനസ്സിലാക്കിയാൽ നമ്മൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞിരിക്കും. പക്ഷേ ദാനിയേലിനെ സംബന്ധിച്ച് രേഖ എഴുതി വെച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചാൽ നിന്നെ സിംഹക്കുഴിയിൽ ഇടുമെന്ന്. അതുകൊണ്ട് ദാനിയേൽ വിചാരിച്ചില്ല കഥ കടച്ച് പ്രാർത്ഥിക്കാമെന്ന്. ഇല്ല, അവൻ്റെ പതിവിനൊരു മാറ്റവും വന്നിട്ടില്ല. അവൻ ജീവിച്ചു പോകുന്നതിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവും വന്നില്ല. ആ സമയങ്ങളിൽ അവൻ ആ യെരൂശലേമിൻ്റെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായെങ്കിൽ, ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ അവൻ്റെ കാൽ ചുവട്ടിലിരിക്കുന്ന എനിക്കും നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നും ആയിട്ടില്ല. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ പരിക്ക് പറ്റുമെന്ന് തോന്നുന്നിടത്ത് കൃപ പ്രാപിപ്പാൻ താല്പര്യമുള്ളവർ കൂടുതൽ അവനോട് അടുത്ത് ചെല്ലാൻ കഴിഞ്ഞാൽ, ആമേൻ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, ആമേൻ, ഞാൻ യേശുവിലും യേശു എന്നിലും ഉണ്ടാകണം. ആമേൻ. ദാനിയേൽ ഒന്നും കൂശാക്കാതെ പ്രാർത്ഥനയെ തുടർന്നു. സിംഹക്കുഴിയിലിട്ടു. പ്രൈസ് ദി ലോർഡ്. അവനെ സിംഹക്കുഴിയിലിട്ടു. എഴുതിയ നിയമങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ആമേൻ. എത്ര ശ്രേഷ്ഠമായി. ചന്ദ്രക്കും മേശിക്കും അബേദ്നെഗോവിനെ 7 മടങ്ങ് തീയുടെ ചൂട് വർദ്ധിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, തപ്പ്, കിന്നരം, താളം ഇതൊക്കെ ഉണ്ടാകുമ്പം ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്ന ഈ വലിയ ബിംബത്തെ നിങ്ങൾ നമസ്കരിക്കണം. ഒരു ചാൻസും കൂടെ തരികയാണ്, ലാസ്റ്റ് ചാൻസ്. വേണമെങ്കിൽ അവർക്ക് ആ ചാൻസിൽ അവർക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ അവർ ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. അവർ രാജാവിനോട് പറഞ്ഞത്, രാജാവ് എന്ത് വളരെ നിസ്സാരമായിട്ടാണ് രാജാവിനോട് ആ കാര്യം പറയുന്നത്. ആ ഭാഗം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. രാജാവേ, ഇതിനൊന്നും രാജാവിനോട് ഉത്തരം പറയേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. ഇതിനൊന്നും ഉത്തരം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രമാണം, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഈ പ്രമാണം വിട്ട് ഞങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും മാറിയല്ല. സ്തോത്രം. സാഹചര്യങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ ജഡത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ചാഞ്ഞു കൊടുക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം.
പ്രൈസ് ദി ലോർഡ്. നിത്യത ലാക്കാക്കി നീ ഓടുന്നെങ്കിൽ നിന്റെ താല്പര്യങ്ങളെ നിവർത്തിക്കാനല്ല ഇവിടുത്തെ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. കഷ്ടത നീ മുന്നിൽ കണ്ടാൽ, തീയുടെ ചൂട് നിനക്കെതിരെ വർദ്ധിക്കുന്നത് കണ്ടാൽ, അവൻ നിനക്കെതിരെ രേഖകൾ എഴുതി വച്ചിരിക്കുന്നെന്ന് കണ്ടാൽ, അവിടെയൊന്നും അത് നിസ്സാരമായി കണ്ട് യേശുവിൻ്റെ പ്രമാണത്തെ വലുതായി കണ്ട് വിശുദ്ധിക്ക് വേണ്ടി നിന്ന ഭക്തന്മാരെ തീക്കകത്തിറങ്ങി വിടുവിച്ച ഒരു ദൈവത്തെയാ ഈ പുസ്തകത്തിലൂടെ നമ്മൾ കണ്ടത്. ഹല്ലേലൂയ. ദൈവമക്കളെ, അതല്ലേ ക്രിസ്തീയ ജീവിതം. അല്ലാതെ ഇത്തിരി പോകുന്ന കാര്യത്തിന് വേണ്ടി ക്രിസ്തീയ ജീവിതത്തെ വലിച്ചെറിഞ്ഞേച്ച് അവൻ്റെ നാമത്തെ അപമാനപ്പെടുത്തുന്നതിൽ പരം ദുഷ്കരമായ കാര്യം ഈ ഭൂമിയിൽ എന്തുള്ളൂ? അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് തന്നെ എന്നാ വരണം, മഹത്വം വരണം. ദൈവമക്കളെ, നമ്മളിവിടെ 70 കൊല്ലോ 80 ഇനി 100 കൊല്ലം നമ്മൾ ജീവിച്ചാൽ, ഞാൻ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ മരിക്കുന്നിടം വരെ തിരുനാമത്തിന് ഒരു അപമാനക്കേടും നമ്മൾ ഉണ്ടാക്കല്ലേ. ആമേൻ. എഫീസ്യ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന, കല്യാണത്തിനൊക്കെ വായിച്ച് നമ്മൾ കേൾക്കുന്ന ഭാഗമുണ്ട്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, അല്ലേ? ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നത് പോലെ, ക്രിസ്തു സഭയെ പോറ്റിയതുപോലെ, ക്രിസ്തു സഭയെ കരുതിയതുപോലെ. ദൈവമക്കളെ, ഇത് സഭയാ. ഇതിനകത്ത് ജീവനും നീരും ഒക്കെ കൊടുത്ത് നിൽക്കുന്ന ദൈവമക്കളെ ദൈവം ആദരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് വിശുദ്ധിയുടെ പ്രമാണത്തിൽ ഓടുന്ന കാര്യമാണ്. ഹല്ലേലൂയ. യോഹന്നാനെ നോക്ക്, പത്രോസിനെ നോക്ക്. പത്രോസ് പിന്നെയും ഇടയ്ക്ക് എടുത്തിയാട്ടക്കാരനായി യേശുവിനെ ഞാൻ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ആമേൻ പിന്നത്തേതിൽ അവൻ മടങ്ങി വന്നു, പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചു. ശ്രദ്ധിച്ചോണം, യേശുവിനെ അറിയുന്നില്ലെന്ന് ആത്മാവ് പ്രാപിക്കുന്നതിന് മുമ്പ് പത്രോസ് പറഞ്ഞോ യേശുവിനെ തള്ളി പറഞ്ഞില്ലേ? യേശുവിനെ തള്ളി 2 കൈയും തലയെ വെച്ചേച്ച് പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല, ഈ അങ്ങനെ ഒരാളെ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ മർക്കോസിൻ്റെ മാളിക മുറിയിൽ 120 പേരടങ്ങുന്ന ഒരു സംഘം, ആ കൂട്ടത്തിൽ യേശുവിൻ്റെ അമ്മ മറിയ ഉൾപ്പെടെയുള്ള ആൾക്കാരിരിപ്പുണ്ട്. അതിനകത്ത് വെച്ച് പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് അവരുടെ നടുവിൽ ഇറങ്ങി വന്നു, ഇരുന്ന എല്ലാവരുടെ മേൽ നിറച്ചു. അവരെല്ലാം അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഓടിക്കൂടിയ ജനത്തെ മനസ്സിലാക്കാൻ ആദ്യം എഴുന്നേറ്റ് പ്രസംഗിച്ചതാരാ? പത്രോസാ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ അറിയുന്നില്ലെന്ന് പറഞ്ഞ് മാറിപ്പോയി യേശുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ പത്രോസാ ആദ്യം എഴുന്നേറ്റ് പരസ്യമായി യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ തയ്യാറായത്. പത്രോസിൻ്റെ 1ാമത്തെ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ട സഭയോട് ചേർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ദൈവമക്കളെ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ എൻ്റെ യേശു എനിക്ക് വേണ്ടി കാൽവറിയിൽ പ്രദർശിപ്പിച്ച് ആ പ്രദർശനമാക്കി തീർന്ന സ്നേഹത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ ദൈവവേദിലെ ആമേ, ഉലകത്തിൽ ഈ ലോകത്തിൽ കിട്ടുന്ന നന്മയല്ല നന്മ, ഉയരത്തിൽ നിന്ന് നാം പ്രാപിച്ചതാ നന്മ. പ്രൈസ് ദി ലോർഡ്. അതിനെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. എന്നിട്ട് ആ പത്രോസിനെ ദൈവം കളഞ്ഞോ? ഇല്ലല്ലോ. ആ പത്രോസിന്റെ നിഴല് തട്ടിയാൽ മതിയായിരുന്നു, രോഗികൾ സൗഖ്യവും. പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം ഈ ആത്മാവിൽ ശക്തനാക്കി ദൈവം മാറ്റി. ആമേൻ. അതുകൊണ്ട് നമ്മൾ ഈ ആത്മാവിനെ പ്രാപിച്ചാലേ, നോക്കിക്കേ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്.
ആമേൻ. പൗലോസ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ അന്യഭാഷയിൽ ഞാൻ ദൈവത്തോട് സംസാരിക്കും. ഈ സമയം പോയി. ആമേൻ. ഈ ഒന്നാമത്തെ ഈ നിമ്രൂദിൻ്റെ കാലത്ത് ഒരു ഗോപുരം പണിതു. ആ ഗോപുരം പണിതതിൻ്റെ ആ കാലഘട്ടത്തിൽ ദൈവം അവരുടെ ഭാഷ എന്ത് ചെയ്തു? കലക്കി കളഞ്ഞു. അന്ന് കലക്കി കളഞ്ഞു, ഭാഷ കലക്കി. സിമെൻ്റ് എന്ന് പറയുമ്പോൾ മണലെന്ന് പറയുമ്പോൾ സിമെൻറ്റും മൊത്തത്തിൽ കലങ്ങി. അങ്ങനെ ആ പണി കാണാൻ വരെ ദൈവം ഇറങ്ങി വന്ന് കണ്ട കാര്യം പുസ്തകത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അന്ന് കലക്കിക്കളഞ്ഞെങ്കിൽ അന്ന് ഒത്തിരി നഷ്ടങ്ങളുണ്ട്. ന്യായപ്രമാണം കൊടുത്ത വേളയിൽ എത്രയോ പേര് നഷ്ടപ്പെട്ടു ഈ പ്രമാണത്തിൽ നിൽക്കാതെ. എന്നാൽ ഭാഷ കൊടുത്ത അന്ന്, ദൈവം പുതിയ ഭാഷ ജനത്തിന് നൽകിയ അന്ന് 3000 പേരെ സഭയോട് ചേർക്കാനിടയായി തീർന്നു. ഒരു കാലഘട്ടത്തിൽ ഭാഷ ദൈവം കലക്കി. ഒരിടത്ത് ആമേൻ, സഭയുടെ തുടക്കത്തിൽ ദൈവം ഭാഷ കൊടുത്തു. ആമേൻ. അവരെല്ലാം രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കാൻ കാരണമായത് ഈ ആത്മാവിൻ്റെ നിറവാണ്. ദൈവമക്കളെ, നമുക്ക് ആത്മാവിൽ ആരാധിക്കണം, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കണം, ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ട് ഈ ആത്മാവിൽ നാം പ്രാപിച്ച് ദൈവത്തെ സ്തുതിക്കാൻ, കർത്താവിനെ മഹത്വപ്പെടുത്താനിടയാകണം. അത് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതിൻ്റെ നിറവിലേക്ക് നമ്മൾ വന്നുകൊണ്ടേയിരിക്കണം. ആത്മാവ് പ്രാപിക്കാതെ ആർക്കും ക്രിസ്തുവിനെ കർത്താവെന്ന് പറയാനൊക്കത്തില്ല. എല്ലാവരുടെയും ഹൃദയത്തിൽ ആത്മാവുണ്ട്. പക്ഷേ അതിനെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരണം. ഈ ആത്മാവിനെ പ്രാപിക്കാൻ നമുക്ക് ഉത്സാഹം ഉണ്ടാകണം. നമ്മൾ യോഗത്തിനൊക്കെ വരുമ്പോൾ ഇത് പ്രാപിക്കണമെന്നുള്ള ചിന്ത വേണം. നമ്മൾ വീട്ടിലിരുന്നാലും മതി, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. അന്യതാ ചിന്തയിലല്ല, സ്വർഗവുമായിട്ടുള്ള നല്ല ബന്ധമുണ്ടെങ്കിൽ ഇത് നമുക്ക് പ്രാപിച്ചെടുക്കാം. അതിനൊന്നും മറ്റ് തടസ്സങ്ങളില്ല. പക്ഷേ നമ്മുടെ ഉത്സാഹം നമുക്ക് വർദ്ധിക്കും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാനും, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇവിടെ നോക്കി യേശുക്രിസ്തു പറയാണ്, നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്നാ ലഭിക്കും? ആശ്വാസം. ആമേൻ. ഇത് ഈ ആത്മാവിലൊക്കെ നമ്മൾ പ്രാപിച്ച സൗമ്യതയുള്ള ഭാഗ്യവാൻ, അവർ ഭൂമിയെ കൈവശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്ന ഭാഗ്യവാന്മാർ, അവർക്ക് എന്നാ വരും? തൃപ്തി വരുത്തും. എന്നാൽ കരുണയുള്ളവർ ഭാഗ്യവാനോ, അവർക്ക് എന്നാ ലഭിക്കും? കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാനോ, അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുക്കണം. ഇതെല്ലാം നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തെളിയിക്കണം. ആമേൻ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കറക്റ്റായെങ്കിലേ അടുത്ത വാക്യം പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം നമ്മൾ ചെയ്ത് നമ്മൾ പ്രാപിച്ച് നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിൽ നമ്മൾ ഇതിനെയെല്ലാം പ്രാവർത്തികമാക്കണം. നമുക്കും ആത്മാവ് ഉണ്ടാകണം, ആത്മാവിൽ ജീവിക്കണം. ദുഃഖം ഉണ്ടെങ്കിൽ, ദുഃഖം വന്നാൽ അതിൻ്റെ അവസാനം നമുക്ക് ആശ്വാസം ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തണം. അതുകൊണ്ടാണ് നമ്മൾ നിദ്ര കൊണ്ടവരെക്കുറിച്ചൊക്കെ ഒത്തിരി ദുഃഖിക്കാതെ നമ്മൾ പ്രത്യാശയോടെ ഇരിക്കുന്നത്. സൗമ്യത നമുക്ക് വേണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആരാടാന്ന് ചോദിച്ചാൽ എന്നാടാന്ന് ചോദിക്കുന്ന ഭാവമല്ല സൗമ്യതയുടെ ഭാവം. അതിനകത്തൊക്കെ വ്യത്യാസം ഉണ്ടാകട്ടെ. നീതിക്ക് വിശന്നതായിരിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ അനവർത്ഥമാക്കാൻ കഴിഞ്ഞാൽ ദൈവം നമ്മളെ മാനിക്കും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ കൃപ നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ കാര്യം, ആമേൻ, ഈ ആത്മാവിനെ പ്രാപിക്കാൻ നമ്മുടെ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ ഒരു നിമിഷം കണ്ണടച്ച് നമുക്ക് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ, കർത്താവിനെ മഹത്വപ്പെടുത്താൻ. ആമേൻ. ദൈവം ഇടയാക്കട്ടെ. അതുകൊണ്ട് ഈ വചനം, ആമേൻ, ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ.